നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകന്റെ വിവാഹ വാർഷിക ആഘോഷത്തിന് ശേഷമുള്ള തർക്കം ഒടുവിൽ കലാശിച്ചത് കാഴ്ചപരിധിയുള്ള അച്ഛന്റെ മരണത്തോടുകൂടിയാണ്. ഒരിക്കൽ പോലും അവർ വിചാരിച്ചിരുന്നില്ല ഒരു ആഘോഷത്തിന് ശേഷം വീട് ഒരു കൊലപാതക വീടായി മാറും എന്ന് കരുതിയിരുന്നില്ല. രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും പ്രശ്നം പരിഹരിക്കാനെത്തിയ അച്ഛന്റെ സഹോദരനെ കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കസേര മാറി അടിക്കാൻ പോയ സമയം അച്ഛൻ മകനെ തടയുകയും ആ അടി അച്ഛനെ ഏൽക്കുകയുമായിരുന്നു. കാഴ്ചപരിധിയുള്ള അച്ഛൻ ഈ അടിയേറ്റ് മുറ്റത്തേക്ക് വീഴുകയും തല വന്നിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. മകൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. കുത്തേറ്റടുത്ത ബന്ധു ആശുപത്രിയിലുമാണ്. അമ്പൂരി കുരുവിക്കോണം ഇടയൻകോണം കല്ലൂർ ഹൗസിൽ തോമസ് എബ്രഹാം എന്ന ഷാജിയാണ് മരിച്ചത്. മകൻ ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയായ ഷാനു തോമസ് 31 വയസ്സുകാരനാണ് അറസ്റ്റിലായത്. ഷാനു മദ്യലഹരിയിലായിരുന്നുവെന്ന് വെള്ളറട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജെ നിസാമുദ്ദീൻ പറയുന്നു. മലേഷ്യയിൽ അവസരം ലഭിച്ചതോടുകൂടി കോയമ്പത്തൂരിലെ ജോലി രാജിവെച്ച് നാട്ടിലെത്തിയ ഷാനു ബുധനാഴ്ച വിവാഹത്തിന്റെ 2ാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു. ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം ഷാനുവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായതോടുകൂടി ഷാനുവിന്റെ അമ്മ മിനി സമീപത്ത് താമസിക്കുന്ന സഹോദരൻ ബിനു വർഗീസിനെ വിളിച്ചു വരുത്തി. ഇതോടെ പ്രകോപിതനായ ഷാനു അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ബിനുവിനെ പലവട്ടം കുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ വീടിന്റെ വരാന്തയിൽ നിന്ന് കസേര എടുത്തപ്പോൾ തടഞ്ഞ തോമസിനെ ഷാനു അടിച്ചു. കാഴ്ച പരിമിതിയുള്ള തോമസിന് അടികൊണ്ട് മുറ്റത്തേക്ക് തലയിടിച്ച് വീണു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊലപാതകത്തിന് കാരണമായത് ഭാര്യയുമായുള്ള വഴക്ക് ആണെന്നാണ് പറയുന്നത്. അമ്പൂരിയിൽ ഭാര്യയുമായുള്ള വഴക്ക് മൂർച്ഛിച്ചതിന് പിന്നാലെയാണ് കൊലപാതകവും കത്തിക്കുത്തും ഒക്കെ നടന്നത്. നിസാരമായ വഴക്കിൽ അടുത്ത ബന്ധു ഇടപെട്ടതോടുകൂടിയാണ് പ്രതി ഷാനു തോമസ് കൂടുതൽ വഷളായത്. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്നും പറയുന്നു. കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നുവെന്ന് വെള്ളറട പോലീസ് പറഞ്ഞു. ഇതിനുശേഷമാണ് ഷാനു തോമസ് പിതാവ് തോമസ് എബ്രഹാമിനെ കസേര ഉപയോഗിച്ച് തലക്കടിച്ചത്. വിവാഹ വാർഷിക സൽക്കാരത്തിൽ ഷാനു തോമസ് പരിധി വിട്ട് മദ്യപിച്ചിരുന്നു. ബന്ധുക്കൾ മടങ്ങിയ ശേഷം ഷാനു തോമസും ആൻമേരിയയും തമ്മിൽ വഴക്കുണ്ടായി. ഷാനുവിന്റെ അമ്മ മിനി എത്തി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് സമീപത്ത് താമസിക്കുന്ന സഹോദരൻ ബിനു വർഗീസിനെ വിളിച്ചു വരുത്തിയത്. ബിനുവിനെ ഷാനു തോമസ് പലതവണ കത്തി ഉപയോഗിച്ച് കുത്തി. ഇത് തടയാൻ ഷാനു തോമസിന്റെ പിതാവ് തോമസ് എബ്രഹാം ശ്രമിച്ചു. ഇതിനിടെയാണ് തോമസിന് കസേര കൊണ്ട് തലയ്ക്ക് അടിയേറ്റത്. തലയുടെ പിൻഭാഗത്ത് ഏറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് വീഴ്ചയിൽ ഉണ്ടായതാണെന്നാണ് ബന്ധുക്കളുടെ വാദം. ബന്ധുക്കൾ എത്താനുള്ളതിനാൽ തോമസ് എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്.